തിരുവനന്തപുരത്ത് മുട്ടത്തറ ബൈപ്പാസിൽ ഓഗസ്റ്റ് 6-ാം തീയതി ബുധനാഴ്ച വൈകുന്നേരം ഉണ്ടായ ഒരു സംഭവം. അതിന് രണ്ട് മാനങ്ങളുണ്ട്. പോലീസ് അടിച്ച് ഫോർട്ട് പോലീസിൻ്റെ മർദ്ദനത്തിൽ പരിക്കേറ്റ് രണ്ട് യുവാക്കൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. അൺനോൺ എന്നുള്ള പേരിലാണ്. കാരണം അവർ ആരാണെന്ന് അവിടെ അറിഞ്ഞുകൂടാ. അവരങ്ങനെ അനാഥരായിട്ട് അവിടെ ആശുപത്രി കിടക്കുകയാണ്. ഒരാൾ വെൻറ്റിലേറ്ററിലുമായി. കാരണം അത്രത്തോളം ഗുരുതരമായ പരിക്കാണ്. ഇത് ഈ ഉണ്ടായ സംഭവം എന്ന് പറയുന്നത് ഇതിന് രണ്ട് മാനങ്ങളുണ്ട്. ഒന്ന്, രണ്ട് യുവാക്കൾ, അതായത് വിപിൻ, വിശാഖ് എന്ന് പറയുന്നവർ, ചെറുപ്പക്കാർ, അവർ കുറേശ്ശെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. മദ്യപിച്ചിട്ട് ബൈക്ക് ഓടിച്ചുകൊണ്ട് ഈ റോഡിൽ കൂടെ പോയി. അപ്പോൾ പോലീസ് വാഹനം പരിശോധിക്കുന്നുണ്ടായിരുന്നു മുട്ടത്തറ. അപ്പോൾ ഇരുട്ടത്താണ്, ഒരു നല്ല വെളിച്ചമില്ലാത്ത ഒരു സ്ഥലമാണ്. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ പോലീസ് കൈ കാണിച്ചു. യവന്മാരെ നിർത്തിയില്ല, അങ്ങ് മുമ്പോട്ട് പോയി. കുറച്ച് കഴിഞ്ഞിട്ട് ഇതൊന്ന് നിർത്തി പോലീസ് പുറകിലുണ്ടോ എന്നൊന്ന് നോക്കിയപ്പം അപ്പോഴേക്കും 3 പോലീസുകാരാണ് ഈ ഉള്ളത് ഫോർട്ട് പോലീസ് സ്റ്റേഷനിലെ. അവർ ജീപ്പ് ഓടിച്ചുകൊണ്ട് വന്നിട്ട് ഈ മോട്ടോർ ബൈക്കിൻ്റെ സൈലൻസറിൽ ഇടിച്ചു. ഇവർ മറിഞ്ഞ് താഴെ വീണു. അവിടെ ഇട്ട് ഇവരെ പൊതിരെ തല്ലുകയാണ്. തല്ലുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരുടെയും കൈ അടിച്ചൊടിച്ചു. അത് നല്ല വൃത്തിയായിട്ട് ചെയ്തു. മാത്രമല്ല തറയിലിട്ട് ചവിട്ടി. ഈ ഹെൽമെറ്റ് വെച്ചിരിക്കുന്ന ഇവരെ ഈ തലയ്ക്ക് ചവിട്ടി. അങ്ങനെ ഇതൊക്കെ ഈ മനുഷ്യത്വം ഇങ്ങനെയൊക്കെ മനുഷ്യരാരെങ്കിലും ആരോടെങ്കിലും ചെയ്യുമോ? മൃഗങ്ങൾ, തെരുവ് നായ്ക്കൾ പോലും ഇതിൽ നിന്ന് എത്രയോ മാന്യതയോടെ പെരുമാറും എന്നൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഇത് ചവിട്ടുകയാണ്. ചവിട്ടി ഈ തലയിൽ ചവിട്ടി, ഹെൽമെറ്റ് വെച്ചുകൊണ്ട് തലയിൽ ചവിട്ടി. ഹെൽമെറ്റിൻ്റെ ബെൽറ്റൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്. അതിൽ ഈ വിശാഖ് എന്ന് പറയുന്ന ആൾ, അയാൾക്ക് മാത്രമേ ഇപ്പോൾ സംസാരിക്കാൻ കഴിവുള്ളൂ. വിപിന് സംസാരിക്കാൻ പോലും പറ്റത്തില്ല ഇപ്പോഴും. വെൻറ്റിലേറ്ററിലായിരുന്നു. ഇന്ന് വെൻറ്റിലേറ്റർ കണ്ട് മാറ്റിയിട്ടുണ്ട്. പക്ഷെ തലയോട്ടിക്ക് ഗുരുതരമായ പൊട്ടലാണ് ഉണ്ടായിട്ടുള്ളത്. തറയിൽ ഹെൽമെറ്റ് ഉൾപ്പെടെ തറയിലിട്ട് ചവിട്ടിയാൽ, ഇത്രയും ഫോഴ്സോടുകൂടി ചവിട്ടി കഴിഞ്ഞാൽ ഇങ്ങനെ വരും. മാത്രമല്ല അവൻ്റെ പല്ലെല്ലാം പോയിട്ടുണ്ട്. ഇതൊക്കെ ഒരു ചെറുപ്പക്കാരനെ ഇങ്ങനെ ഉപദ്രവിക്കാൻ എന്ത് ചെയ്തു? എന്തൊക്കെ കാരണം? അവന്മാർ ബൈക്ക് നിർത്താതെ പോയി. ബൈക്ക് നിർത്താതെ പോയപ്പോൾ ചെയ്ത പണി എന്താണെന്നറിയോ? ആദ്യം ഒരു പോലീസുകാരൻ ലാത്തി എടുത്ത് എറിഞ്ഞു. എന്നിട്ട് അത് കൊണ്ട് വലിയ പ്രയോജനം ഉണ്ടായില്ല. എന്നിട്ടാണ് ഈ ജീപ്പ് ഓടിച്ചുകൊണ്ട് അങ്ങോട്ട് ചെന്ന് നേരെ പോയി ഇതുപോലെ ഇടിച്ച്. മാത്രമല്ല ഈ ചെറുപ്പക്കാർ പോലീസുകാരുടെ എന്താ ചെയ്തു? ഇവരൊന്നും പ്രതികരിച്ചിട്ടില്ല, അവരൊന്നും ചെയ്തിട്ടില്ല. അവർ വാഹനം പരിശോധിക്കാൻ കൈ കാണിച്ചാൽ നിർത്താതെ പോയി. ഇനി അങ്ങനെ നിർത്താതെ പോയാൽ ആ വാഹനത്തിൻ്റെ നമ്പർ നോട്ട് ചെയ്ത് പിടിച്ച് അതിന് നിയമ നടപടി എടുക്കണം. അതല്ലേ ചെയ്യേണ്ടത്? അതല്ലാതെ ഈ ഓടിച്ചിട്ട് യവന്മാരെ അടിക്കാനുള്ള അധികാരം ഇവർക്ക് ആര് കൊടുക്കുന്നു? മാത്രമല്ല എന്തിനെങ്കിലും ഉപദ്രവിച്ചത്? ഈ ഇത്രയും വൈരാഗ്യമായിട്ട് ഇത്രത്തോളം ഗുരുതരമായ പരിക്കുകൾ യുവാക്കൾക്ക് ഏൽപ്പിച്ചത് എന്തിന്? അതിന് പോലീസ് ഉത്തരം പറയണം. അതാ വേണ്ടത്. കാരണം ഫോർട്ട് പോലീസ് അത് കഴിഞ്ഞിട്ട് ചെയ്ത പണിയോ? അവിടെ ഇവരെ ഇടിച്ച് താഴെ ഇട്ടു, അവിടെ ഇട്ട് അടിച്ചു, ചവിട്ടി നാശമാക്കി, കൈയൊക്കെ തല്ലി ഓടിച്ചു. കാലിലുമൊക്കെ നല്ല പരിക്കുണ്ട്. ഈ സംസാരിക്കാൻ പറ്റുന്ന വിശാഖിന് നല്ല പരിക്കുണ്ട്. ആ വിപിന്നാണെന്നുണ്ടെങ്കിൽ അത്രത്തോളം ഗുരുതരമായ പരിക്കുമായിരുന്നു. ഭാഗ്യത്തിന് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് മാത്രം ഇപ്പോഴും അങ്ങനെയും പറയാറായിട്ടില്ല എന്ന് പറയപ്പെടുന്നു. ഏതായാലും അത് കഴിഞ്ഞിട്ട് ചെയ്ത പണി എന്താ? 108 ആംബുലൻസ് വിളിച്ചു പോലീസുകാർ തന്നെ. ആംബുലൻസ് വിളിച്ചിട്ട് അതിനകത്ത് അവന്മാരെ പറക്കിയിട്ട് അങ്ങ് കയറ്റി വിട്ടു. ഇതാ ചെയ്തത്. ആരും കൂടെ പോകുന്നില്ല. അവിടെ അനാഥര എന്നുള്ള രീതിയിൽ, അൺനോൺ എന്നുള്ള രീതിയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്നു, അവരെ കയറ്റിയിടുന്നു. ഈ രീതിയിൽ ഉണ്ടായി. എന്നിട്ടൊരു വാഹനാപകടമായിട്ട് ഇത് വരുത്തി തീർക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞത്, ഒന്നാമത്തെ തെറ്റെന്ന് പറയുന്നത് ഈ യുവാക്കളുടെ ഭാഗത്ത് തെറ്റുണ്ട്. കാരണം മദ്യപിച്ച് ബൈക്ക് ഓടിച്ചു, ശരിയാണ്. ബൈക്ക് ഓടിച്ചു കഴിഞ്ഞാൽ ഉള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ അവന്മാർക്ക് മാത്രമല്ല ഈ അപകടമൊക്കെ ഉണ്ടാകുന്നത്. ഈ റോഡിൽ പോകുന്നവരെയൊക്കെ ഇടിക്കും, യവന്മാരിടിക്കും, അപകടങ്ങളൊക്കെ ഉണ്ടാക്കും. വേറെ ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ട് ചിലപ്പം വരാൻ സാധ്യതയുണ്ട് മദ്യപിച്ച് വണ്ടി ഓടിച്ചാൽ. അങ്ങനെ വരുന്നുടനെ അവർക്ക് ഇൻഷുറൻസ് കവറേജ് പോലും കിട്ടത്തില്ല. അതിൻ്റെ കാരണം എന്തുവാ? ഇവന്മാർ മദ്യപിച്ചെന്നുള്ളത്, മദ്യപിച്ച് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ
അത് പോളിസി വയലേഷനാണ് ഇൻഷുറൻസിൻ്റെ. അപ്പോൾ ആ ബുദ്ധിമുട്ടും ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. അതുകൊണ്ട് ഇവന്മാർക്ക് മാത്രമല്ല കുഴപ്പം ഉണ്ടാക്കുന്നത്, അന്യ ആളുകൾക്കും കുഴപ്പങ്ങളുണ്ടാക്കും. അതുകൊണ്ട് ഞാൻ ന്യായീകരിക്കത്തില്ല അതിനെ. ആ ചെയ്തത് തെറ്റാണ്. പക്ഷേ അതിന് ശക്തമായിട്ട് കേസെടുക്കണം. യവന്മാരെ പിടിച്ച് മദ്യപിച്ചാന്ന് തോന്നുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, ആൽക്കഹോൾ ബ്ലഡിലുണ്ടെന്ന് കഴിഞ്ഞാൽ യവന്മാർക്കെതിരെ കേസ് ചാർജ് ചെയ്ത് കൊടുക്കണം. പെറ്റിയുമല്ലത് വരുന്നത്. അത് ചാർജ് ചെയ്താൽ ഇവൻ അകത്ത് കിടക്കണം. അത് കിടന്നോട്ടെ. അത് നമുക്ക് മനസ്സിലാവും. നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥയാണ്. അകത്ത് അത് ജയിൽ ശിക്ഷ വരെ വരും. അത് കിടന്നോട്ടെ, ഒരു കുഴപ്പമില്ല. കാരണം മദ്യപിച്ച് ഓടിച്ചാന്നല്ലോ, വണ്ടി ഓടിച്ചാന്നല്ലോ. മദ്യപിച്ച് വീട്ടിലിരിക്കണം. അല്ലാതെ പിന്നെ മദ്യപിച്ച് പൊതുസ്ഥലത്ത് ഇറങ്ങുകയോ അത് ഇതേപോലുള്ള പണികൾ കാണിക്കുകയോ ചെയ്യരുത്. ഇന്നിപ്പോൾ കണ്ടില്ലേ, ഒരാൾ ഒരു താലൂക്ക് സപ്ലൈ ഓഫീസർ ഒരു റേഷൻ കട സസ്പെൻഡ് ചെയ്യാനായിട്ട് വന്ന് കേട്ടോ. മദ്യപിച്ച 4 കാലിലാണ് വന്നേ. നാട്ടുകാർ പിടിച്ച് കേട്ടോ. പിടിച്ചപ്പോൾ ഇയാൾക്ക് ദേഹാസ്വാസ്ഥ്യം എന്ന് പറഞ്ഞു. നാട്ടുകാർ കാറിനകത്ത് കയറ്റി ആശുപത്രി കൊണ്ടുവന്നായിരുന്നു. ഇയാൾ കാറിനകത്ത് നിന്ന് ഇറങ്ങി ഓടി. നാട്ടുകാർ ഓടിച്ചിട്ട് പിടിച്ചു. പോലീസിൻ്റെ സാന്നിധ്യത്തിലാണ് പിടിച്ച്. പോലീസിന് കൊടുത്തിട്ട് കൊണ്ടുവന്ന് പരിശോധിച്ചപ്പം ശരിക്കടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ മദ്യപിച്ചുകൊണ്ട് ജോലി ചെയ്യുന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുണ്ട്. റേഷൻ കട സസ്പെൻഡ് ചെയ്യാൻ വന്ന് 4 കാലയിലാണെന്ന് ആർക്കോ മനസ്സിലായി. ജനങ്ങൾ അവിടെ കൂടി. അവർക്ക് റേഷൻ കടയ്ക്കെതിരെ പരാതിയൊന്നുമില്ല. അരമണിക്കൂർ കണ്ട് അത് തുറക്കാൻ താമസിച്ചെന്ന്. ആ ഒരൊറ്റ കാരണത്തിൽ ആണ് അത് സസ്പെൻഡ് ചെയ്യാനായിട്ട് ആദ്യം റേഷനിങ് ഇൻസ്പെക്ടർ വന്നു. അത് നാട്ടുകാരെ തടഞ്ഞു. അത് കഴിഞ്ഞപ്പം താലൂക്ക് സപ്ലൈ ഓഫീസർ വന്നു. അവർ അന്നേരം ആണ് ഈ പണി ഒപ്പിക്കുന്നത്. എന്നിട്ട് പിന്നെയും അത് റേഷൻ കട സസ്പെൻഡ് ചെയ്ത് സീൽ ചെയ്തു. പക്ഷേ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇടപെട്ടിട്ട് ഇപ്പോൾ ഇത് വിവാദമാക്കണ്ട എന്നുള്ള രീതിയിൽ അത് മാറ്റി കൊടുക്കുന്നതായിട്ട് പറയപ്പെടുന്നു. ഞാൻ പറഞ്ഞ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. മദ്യപിച്ചുകൊണ്ട് ഇതുപോലെ ഒരുപാട് ഇല്ലീഗാലിറ്റി കമ്മിറ്റ് ചെയ്യുന്നുണ്ട്. അത് ശരിയാണ്. പക്ഷേ ഇങ്ങനെ മദ്യപിച്ച ഒരാൾ പിടിയുന്നതായിരിക്കട്ടെ, അവന്മാരെ വാഹനം ഓടിച്ചുകൊണ്ട് പോയി നിർത്തിയില്ല. അതിനെന്താ ചെയ്യേണ്ടിയേ? അവന്മാരെ ഒരു കേസെടുക്കണം. അല്ലാതെ ഇവനെ അടിച്ച് ചവിട്ടി കൂട്ടി അവനെ തലയോടും ചവിട്ടി പൊട്ടിച്ച് അവൻ്റെ പല്ലെല്ലാം കളയുകയെന്ന ഒരു ചെറുപ്പക്കാരനെ അതാണോ ചെയ്യേണ്ടത്? അപ്പം ഇവർ രണ്ടുപേരുടെയും കൈ അടിച്ചൊടിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണോ ചെയ്യേണ്ടത്? ഫോർട്ട് പോലീസ് ഈ രീതിയിൽ പെരുമാറിയതിന് യഥാർത്ഥത്തിൽ ആരാ മറുപടി പറയേണ്ടത്? ഫോർട്ട് പോലീസ് സ്റ്റേഷൻ ഇതിനകത്ത് ആരൊക്കെ പോലീസുകാരുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല, ഇതുവരെ അറിയാൻ പാടില്ല. ഇനി പാവപ്പെട്ട ഏതെങ്കിലും പോലീസോ CPO മാരുടെ പേർക്ക് ഈ കേസ് വരും. കാരണം അതിൽ ASIയോ SIയോ എങ്ങാണ്ട് ഉണ്ടായിരുന്നേ ഇവരൊന്ന് പറയുന്നുണ്ട്. അതാരാണെന്ന് തിരിച്ചറിയാത്തിടത്തോളം കാലം ഈ പാവപ്പെട്ട പോലീസുകാർ ഈ ഭാരം ചുമക്കേണ്ടതായിട്ട് വരും. നടപടി വേണമല്ലോ. കാരണം ഇതിന് കേസ് വേണം, കേസെടുക്കണം, ക്രിമിനൽ കേസെടുക്കണം. ഇവരെ ഇട്ട് ചവിട്ടിയതിനും അടിച്ചതിനും തല അടിച്ചു ഗുരുതരമായി പരിക്കേൽപ്പിച്ചതാണ്. അതുകൊണ്ട് അതിനകത്ത് വളരെ ഗൗരവമുള്ള ഒഫൻസ് വരും. ഈ ഒഫൻസ് വരുമ്പോൾ അതിന് വേണ്ട നടപടി വേണം. ഇവന്മാർ ഇങ്ങനെയുള്ളവന്മാരെ യഥാർത്ഥത്തിൽ സർവീസ് വെച്ചുകൊണ്ടിരിക്കാൻ പാടുണ്ടോ? അപർണ എന്ന് പറയുന്ന പോലീസുകാരി ഉണ്ടല്ലോ, നല്ല കാര്യം ചെയ്തതിന് നല്ലതെന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ആളുകളുടെ കമൻസ് വന്നിരുന്നു, സാറേ ഈ പോലീസുകാർ കാണിക്കുന്ന കുഴപ്പമൊന്നും സാർ എന്താ വിളിച്ചു പറയാത്തതെന്ന്. ഞാൻ പോലീസുകാർ കുഴപ്പം കാണിച്ചാൽ വിളിച്ചു പറയാറുണ്ട്. അത് അവർ നന്നാവാൻ, ആ സിസ്റ്റം നന്നാവാൻ വേണ്ടി തന്നെ പറയുന്നതാണ്. അപ്പോൾ ഇത് ആ സഹോദരി നല്ലൊരു കാര്യം ചെയ്തു, അതിനെ നല്ലതെന്ന് പറഞ്ഞതിന് പോലും ചിലർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതാ കാര്യം. അത് പിന്നെ ഞാൻ ഗവനിക്കാറില്ല. കാരണം നല്ല കാര്യം ഒരാൾ ചെയ്താൽ നല്ലതെന്ന് പറയണം, ചീത്തക്കാര്യം ചെയ്താൽ ചീത്തയാണെന്ന് പറയണം. ഇവിടെ കാണിച്ചത് ഇല്ലീഗാലിറ്റിയാണ്, കൊടും പാതകമാണ് ഇവിടെ നടന്നു വച്ചേക്കുന്നത്. ഈ രീതിയിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ ക്രിമിനൽ കുറ്റമാണ് ഇവിടെ കമ്മിറ്റ് ചെയ്തേക്കുന്നത്. അതിന് ശരിയായ അന്വേഷണം വേണം, ശരിയായ നടപടി വേണം. ഇതുപോലെ പോലീസ് പെരുമാറാൻ പാടില്ല പൊതുജനങ്ങളെടുത്ത്. അവരുടെ ഇത് പരിശോധിക്കുന്നതൊക്കെ എന്തിനാണ്? പൊതുജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയല്ലേ ഈ പരിശോധനയൊക്കെ നടത്തുന്നത്. അങ്ങനെ ഉള്ളപ്പോഴാണോ ഇതുപോലെ റോഡിൽ ഇട്ട് തല്ലിക്കൊല്ലാൻ പോകുന്നത്? യുവമാർക്ക് ആര് കൊടുത്തു ഈ അധികാരം? ഇതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയണം ഇത് എന്താണെന്ന്.